അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ റമദാൻ മാസം അവസാനിക്കുകയാണ്. ഈദുൽ ഫിത്റിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇസ്ലാമിലെ ആരാധനകളുടെ ഒരു പ്രത്യേകത അതിനോട് ചേർന്നുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വതക്കയും അതല്ലെങ്കിൽ ഒരു സകാത്തും അതുമായി ബന്ധപ്പെട്ട് അല്ലാഹു ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഈദുൽ ഫിത്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകുന്ന സകാത്താണ് സകാത്തുൽ ഫിത്ർ, ഫിത്ർ സകാത്ത് എന്ന് പറയുന്നത്. റമദാനിൻ്റെ അന്ത്യത്തിൽ അതോടൊപ്പം തന്നെ പെരുന്നാൾ രാവിൽ നമ്മൾ നൽകുന്നതാണ് സകാത്തുൽ ഫിത്ർ. ശരീരത്തിൻ്റെ പരിശുദ്ധിക്ക് നൽകുന്നത് എന്നുള്ള ഒരു ആശയത്തിലാണ് ഫിത്ർ എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നുണ്ട്. എല്ലാ മുസ്ലിമിനും സകാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ ഇപ്രകാരമാണുള്ളത്: സകാത്തുൽ ഫിത്രി സ്വാഅൻ മിൻ തംരിൻ ഔ സ്വാഅൻ മിൻ ശഈരിൻ അലൽ അബ്ദി വൽ ഹുർ വദ്ദക്കരി വൽ ഉൻസ വസ്സഗീർ വൽ കബീർ മിനൽ മുസ്ലിമീൻ. ഒരു സാ കാരക്കയോ ഒരു സ്വാ ബാർലിയോ എല്ലാ മുസ്ലിമീങ്ങൾക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുസ്ലിമീങ്ങളെ ഒന്നുകൂടി നിർവചിക്കുകയാണ്: ഹുർ, അബ്ദ്, അടിമ, സ്വതന്ത്രൻ, ആണ്, പെണ്ണ്, കുട്ടികൾ, വലിയവർ, അങ്ങനെ എല്ലാവർക്കും സകാത്തുൽ ഫിത്ർ നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്വന്തം കുടുംബത്തിലെ ആ ദിവസത്തെ ചിലവ് കഴിച്ച് മിച്ചമുള്ളതിൽ നിന്നാണ് സകാത്ത് നൽകേണ്ടത്. അതായത് സ്വന്തം കുടുംബത്തിൻ്റെ ആ ദിവസത്തെ ചിലവ് കഴിഞ്ഞ് മിച്ചമുള്ളവരെല്ലാം സകാത്തുൽ ഫിത്ർ നൽകൽ നിർബന്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീട്, പെരുന്നാൾ ദിവസത്തെ പകലിലെയും രാത്രിയിലെയും ഭക്ഷണം, ഇതെല്ലാം കഴിഞ്ഞ് മിച്ചമുള്ളതിൽ നിന്നാണ് സകാത്ത് നൽകേണ്ടത്. നാട്ടിലെ മുഖ്യ ആഹാരമായി എണ്ണപ്പെടുന്ന ധാന്യമാണ് സകാത്തായി നൽകേണ്ടത്. അത് അരിയാകാം, അതല്ലെങ്കിൽ ബാർലിയാകാം, ഗോതമ്പാകാം. ഇങ്ങനെ മുഖ്യ ആഹാരമായി കരുതപ്പെടുന്നതാണ് സകാത്തായി ഫിത്ർ സകാത്തിൻ്റെ സമയത്ത് നൽകേണ്ടത്. സകാത്തുൽ ഫിത്റിൻ്റെ അളവ് പറയാറുള്ളത് ഒരു സ്വാ എന്നുള്ള രീതിയിലാണ്. 2.5 കിലോ എന്നുള്ളതാണ് പലപ്പോഴും പണ്ഡിതർ അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. 2.5 കിലോയുടെ അടുത്ത് എന്നുള്ള അളവിനോടാണ് ഒരു സ്വാഇനെ പലപ്പോഴും സമീകരിക്കുന്നത്. എപ്പോഴാണ് നൽകേണ്ടത് എന്നുള്ളതിന് പെരുന്നാളിൻ്റെ 2 ദിവസം മുമ്പ് വരെ നൽകാമെന്ന് ചില ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. ചില സ്വഹാബിമാർ പെരുന്നാളിൻ്റെ 2 ദിവസം മുമ്പ് വരെ സകാത്തുൽ ഫിത്ർ നൽകിയിട്ടുണ്ടായിരുന്നുവെന്നും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല സമയം പെരുന്നാളിൻ്റെ തൊട്ട് തലേ ദിവസമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് അത് ഒരുമിച്ച് കൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആളുകൾ പെരുന്നാളിന് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അത് ശേഖരിക്കണം എന്നുള്ളതാണ്. അതായത് പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രി മുതൽ പെരുന്നാൾ പള്ളിയിലേക്ക് പോകുന്ന ആ ദിവസത്തിൻ്റെ പള്ളിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ശേഖരിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ വർഷം തോറും നൽകുന്ന സകാത്ത് നൽകുന്നത് പോലെ തന്നെ സംഘടിതമായി നൽകലാണ് സുന്നത്ത് എന്നുള്ളതും സകാത്തുൽ ഫിത്റുമായി ബന്ധപ്പെട്ട് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് സകാത്തുൽ ഫിത്റിലൂടെ ലക്ഷ്യമാക്കുന്നത്? എന്ത് ലക്ഷ്യത്തിനാണ് നമ്മൾ സകാത്തുൽ ഫിത്ർ നൽകേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ തുഹറത്തുൻ ലിസ്വാഇം മിനൽ ലഗ്വി വറഫത്ത് വതുഅമത്തൻ ലിൽ മസാക്കീൻ. ഒന്ന് നോമ്പുകാരനുള്ള തുഹറത്താണ്. അതായത് നോമ്പുകാരനെ എല്ലാ തരം മ്ലേച്ഛതകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് സകാത്തുൽ ഫിത്റിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യമായി പറയുവാൻ സാധിക്കുന്നത് ഒരു നാട്ടിലെ ഫക്കീറും മിസ്കീനിനെയും ചോദിക്കുന്നതിൽ നിന്നും, ആളുകളോട് പെരുന്നാൾ ദിവസം ചോദിച്ച് ഇറങ്ങുന്നതിൽ നിന്നും അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ആ ദിവസം അവർ ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് എത്താതിരിക്കുക. അതോടൊപ്പം തന്നെ അവർക്കുള്ള ഭക്ഷണം അവരുടെ വീടുകളിൽ ഉണ്ടാവുകയും അതിൻ്റെ ഒരു സന്തോഷം അവർക്കുണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് സകാത്തുൽ ഫിത്റിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ഈ 3 ലക്ഷ്യങ്ങളിലാണ് സകാത്തുൽ ഫിത്ർ അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ഉദ്ഹിയ്യത്ത് നമ്മൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. ശക്തമായ സുന്നത്താണ് എന്നും അഭിപ്രായമുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകുന്ന ദാനമാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഭക്ഷിക്കൽ സുന്നത്താണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സകാത്തുൽ ഫിത്ർ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് അതിൽ നിന്ന് ഭക്ഷിക്കൽ സുന്നത്തുണ്ട്, അതല്ലെങ്കിൽ ആ സകാത്തുൽ ഫിത്ർ നമ്മൾ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ സകാത്തുൽ ഫിത്ർ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നത് സകാത്തുൽ ഫിത്റിൻ്റെ ആ ഒരു ഭക്ഷണം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിലൊരു പ്രയാസമില്ല. അതോടൊപ്പം തന്നെ അത് കഴിക്കുക എന്നുള്ളത്, അതിൽ നിന്ന് കഴിക്കുക എന്നുള്ളത് ഉദ്ഹിയ്യത്തിൽ നിന്ന് കഴിക്കുന്നത് പോലെയുള്ള ഒരു സുന്നത്തും അതിലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ആരാധനകൾ അർപ്പിക്കുകയും ആ ആരാധനകളിലൂടെ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.